So this lecture is about the basics of electronics, some fundamental aspects regarding PN junctions, diodes, etc. So first we will start with what is electronics. This electronics comprises the physics, engineering, technology and applications that deal with the emission, flow and control of electrons in vacuum and matter. This distinguishes it from classical electrical engineering as it uses active devices to control electron flow by amplification and rectification rather than just using passive effects such as resistance, capacitance and inductance. ഇപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഫിസിക്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്. ദാറ്റ് ഡീൽ വിത്ത് ഏതുമായിട്ടാണ് ഡീൽ ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഡീൽസ് വിത്ത് ദ എമിഷൻ, ഫ്ലോ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാക്വം. അതായത് ഇലക്ട്രോൺസിന്റെ എമിഷനെ, അതിന്റെ ഫ്ലോയെ, അതിന്റെ കൺട്രോളുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോണിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഡിസ്റ്റിംഗ്വിഷസ് ഇറ്റ് ഫ്രം ക്ലാസിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ക്ലാസിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ടുള്ള ഇലക്ട്രോണിക്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. കാരണം ക്ലാസിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സാധാരണ പാസീവ് ഡിവൈസസ് ആയ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ് ഒക്കെയാണ് ഉപയോഗിക്കാറ്. പക്ഷേ നമ്മൾ ഇലക്ട്രോണിക്സിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ആക്റ്റീവ് ഡിവൈസസ് ആണ്. ആക്റ്റീവ് ആയിട്ടുള്ള ഡിവൈസുകൾ വെച്ചിട്ട് ഇലക്ട്രോൺ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ ബൈ ആംപ്ലിഫിക്കേഷൻ, റെക്ടിഫിക്കേഷൻ മുതലായ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രോൺ ഫ്ലോ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് എ basic difference between electronics and electrical engineering. So now we will go to conductors. So we know there are three types of materials that are conductors, semiconductors and insulators. So first we will deal with conductors. A conductor is a type of material that allows the flow of charge of current in one or more directions. Materials made of metals are common electrical conductors. Electrical current is generated by the flow of electrons, holes and positive or negative ions in some cases. അപ്പോൾ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? They allow the flow of current through them, അല്ലേ? അതായത് ഒന്നിലധികം ഡയറക്ഷനിൽ അതിനകത്തൂടെ കറണ്ട് ഫ്ലോ അനുവദിക്കുന്നതിനാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുക. ഇപ്പോൾ സാധാരണ കണ്ടക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നതിനാണ് മെറ്റൽസിനെയാണ് പറയുക. അതാണ് ഗുഡ് കോമൺ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. അതായത് ഇപ്പം ഗോൾഡ് ആവാം, പ്ലാറ്റിനം ആവാം, സിൽവർ ആവാം, അലൂമിനിയം ആവാം, അതേപോലുള്ള മെറ്റൽസ്, മെറ്റാലിക് ആയിട്ടുള്ള സാധനങ്ങളാണ് എന്തെന്ന് പറഞ്ഞാൽ ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആവാം, ഹോൾസ് ആവാം, അതുപോലെ അയോൺസും ആവാം. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസും ചില കേസുകളിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രിക്കൽ കറണ്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ്. സോ നൗ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ഗോൾഡ്. ഗോൾഡ് ഇസ് എ ഗുഡ് മെറ്റൽ ആൻഡ് ഇസ് എ ഗുഡ് കണ്ടക്ടർ. Next is an insulator. An insulator is a material in which the electron does not flow freely or the atom of the insulator have tightly bound electrons whose internal electric charges do not flow freely. അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടക്കാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയാം. അപ്പോൾ അതിൽ ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും? ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്റേണൽ ഇലക്ട്രിക് ചാർജസിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ ഇലക്ട്രിക് കറണ്ട് ആയിരിക്കും അതിനകത്തൂടെ ഫ്ലോ ചെയ്യുക. ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്താലും അപ്രീഷ്യബിൾ ആയിട്ടൊരു ഇലക്ട്രിക് കറണ്ട് അതിനകത്തൂടെ ഫ്ലോ ചെയ്യില്ല. പകരം വളരെ ചെറിയൊരു ഇലക്ട്രിക് കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പോൾ അതാണ് അതും മറ്റുള്ള മെറ്റീരിയൽസ്, അതായത് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, അതുമായിട്ടുള്ള ബേസിക് ഡിഫറൻസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ആൻ ഇൻസുലേറ്റർ ഈസ് ഇറ്റ്സ് റെസിസ്റ്റിവിറ്റി. ദാറ്റ് ഇസ് ഇൻസുലേറ്റേഴ്സ് ആർ ഹാവിംഗ് ഹയർ റെസിസ്റ്റിവിറ്റി ദാൻ സെമി കണ്ടക്ടേഴ്സ് ഓർ കണ്ടക്ടേഴ്സ്. സോ അപ്പോൾ നമുക്ക് ഇൻസുലേറ്റേഴ്സിന്റെ കുറെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. വൺ ഇസ് വുഡ്. അതായത് തടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പൂർ കണ്ടക്ടർ, ദാറ്റ്സ് ആൻ ഇൻസുലേറ്റർ. അതുപോലെ എയർ ഇസ് എ പൂർ കണ്ടക്ടർ, ദാറ്റ്സ് ആൻ ഇൻസുലേറ്റർ. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ മൈക്ക, അതെല്ലാം എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾസ് ആർ നോൺ മെറ്റൽസ്. അതുപോലെ മറ്റ് നോൺ മെറ്റൽസും നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. പ്ലാസ്റ്റിക് ഒരു എക്സാമ്പിൾ ആണ്, അല്ലേ? പ്ലാസ്റ്റിക് ഈസ് എ പൂർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് ഈസ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് can be classified as those materials that fall between conductors and insulators. So semiconductors in their natural state are called intrinsic or poor semiconductors, which are generally poor conductors, അല്ലേ? മറ്റേ പ്യൂർ സെമികണ്ടക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇൻട്രിൻസിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? they are pure semiconductors which are generally poor conductors ആയിരിക്കും. അതിന്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയായിരിക്കും? will be very low when compared with conductors. So because a current requires the flow of electrons and semiconductors have their valence bands filled. അപ്പം അതിന്റെ വാലൻസ് ബാൻഡ്സ് ആയിരിക്കും ഫിൽഡ്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഇല്ലാത്ത കാരണം എന്താണ്? അത് നമുക്ക്
ഒരു നല്ല രീതിയിലുള്ള ഒരു കറണ്ട് ഫ്ലോ അതിനകത്തൂടെ ഉണ്ടാവത്തില്ല. അവ poor conductors ആയിരിക്കും. Hence a semiconductor material has an electrical conductivity value falling between that of a conductor such as metallic copper and an insulator such as glass. അപ്പോൾ കോപ്പർ എന്ന് പറയുന്ന മെറ്റലിനും അതുപോലെ ഗ്ലാസ് പോലെ ഇൻസുലേറ്റേഴ്സിനും ഇടയിലായിരിക്കും എന്ത് ഫോളോ ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് semiconductors ഫോളോ ചെയ്യുന്നത്. So its conducting properties may be altered in useful ways by introducing impurities. അപ്പോൾ പക്ഷേ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദിസ് കണ്ടക്ടിങ് പ്രോപ്പർട്ടീസ് ഓഫ് സെമികണ്ടക്ടേഴ്സ് ക്യാൻ ബി ട്യൂൺഡ് യൂസിങ് impurities by adding impurities into semiconductor materials, and this process of introduction of impurities is called doping. അപ്പോൾ ഈ ഒരു ഇമ്പ്യൂരിറ്റീസിനെ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോപ്പിംഗ് എന്ന് പറയുന്നത്. Thus we can insert impurities into the crystal structure, thus making an extrinsic semiconductor. അപ്പോൾ impurity ആഡ് ചെയ്ത ആ സെമികണ്ടക്ടർ ഇറ്റ് ഈസ് നോ ലോങ്ങർ ഇൻട്രിൻസിക് ബട്ട് we call it as an extrinsic semiconductor. When two differently doped regions exist in the same crystal, a semiconductor junction or a heterojunction is created. That means if we differently dope two regions of a same crystal, we get a semiconductor junction in between, and that junction is called a heterojunction. The behavior of charge carriers, which include electrons, ions, and electron holes at these junctions, is the basis of diodes, transistors, etc. That means our semiconductor devices, how they work, we can say that by tuning the flow of electrons, ions, and holes, these junctions, the semiconductor junctions, we can tune the flow of charge carriers. Thus we can create semiconductor devices. So next is semiconductor device can display a range of useful properties such as passing current more easily in one direction than the other, showing variable resistance and sensitivity to light or heat. അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് വേരിയബിൾ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഈസ് ദെയർ. സം ആർ സെൻസിറ്റീവ് ടു ലൈറ്റ്, സം ആർ സെൻസിറ്റീവ് ടു ഹീറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സെൻസിറ്റിവിറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെയാണ് അങ്ങനെയുള്ള യൂസ്ഫുൾ പ്രോപ്പർട്ടീസ് ധാരാളം. അപ്പോൾ അതുവഴി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. Because the electrical properties of a semiconductor material can be modified by doping or by the application of electrical fields or light, devices made from semiconductors can be used for amplification, switching, and energy conversion. അപ്പോൾ ആക്റ്റീവ് ഡിവൈസുകളായിട്ട് അതിനെ യൂസ് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ഇങ്ങനെ ഡോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ലൈറ്റിനും ഹീറ്റിനും ഒക്കെ സെൻസിറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെമികണ്ടക്ടർ മെറ്റീരിയൽസിനെ മാറ്റാൻ കഴിയും. അപ്പോൾ അതുവഴി നമുക്ക് വി ക്യാൻ യൂസ് ദം ഫോർ ആംപ്ലിഫിക്കേഷൻ, സ്വിച്ചിങ്, ആൻഡ് എനർജി conversion. Now next is the common differences between two famous semiconductor materials, that is one is silicon and the other is germanium. So silicon is the second most abundant element in the Earth's crust after oxygen, which makes it cheaper in cost. It is found in rocks, sand, clays, soils, etc. combined with either oxygen as silicon dioxide. പല ഫോമുകളിലായിട്ടാണ് സിലിക്കൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൺ ആസ് ഓക്സൈഡ്സ്, അല്ലെ, ഓക്സൈഡ് ഓഫ് സിലിക്കൺ, ദാറ്റ് ഇസ് സിലിക്കൺ ഡയോക്സൈഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. പിന്നെ അത് നമുക്ക് എവിടെയൊക്കെ കാണാൻ കഴിയും, പാറകളിൽ കാണാം, മണ്ണിൽ കാണാം, അല്ലെ, ക്ലേസിൽ കാണാം, സോയിൽസിൽ കാണാം. സോ ഇറ്റ് ഈസ് ചീപ്പർ ആൻഡ് ഓൾമോസ്റ്റ് മോസ്റ്റ് അബണ്ടന്റ് and compared with germanium, the other famous semiconductor. But the abundance of germanium is much less than silicon in the Earth's crust, which makes it costlier than silicon. അപ്പോൾ അതിൻ്റെ ഒരു ഓറെന്ന് പറഞ്ഞാൽ ജെർമനൈറ്റ് എന്നാണ്. ജെർമനൈറ്റിലാണ് അത് കാണുക. അത് മൈനർ സോഴ്സ് ഓഫ് ദിസ് യൂസ്ഫുൾ എലമെന്റ് ആണ്. So that is the basic difference between silicon and germanium. One is costly, other is cheaper. One is more abundant, other is less abundant. അപ്പോൾ അങ്ങനെ രണ്ട് വ്യത്യാസങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുക. Now next is semiconductor diodes, and the inventor of it is basics on the flow of electrons in one particular direction, and it was found by the German physicist called Ferdinand Braun. These are the various types of diodes that we generally use. One is the gun diode for microwave applications, then LED, then laser diode, photodiode, varactor diode, that is variable capacitance diode, then there is tunnel diode for tunneling phenomena, then there is Zener diode for voltage regulation applications, Schottky diode, and so many diodes are there. So a diode is a two-terminal electronic component that conducts current primarily in one direction, that is asymmetric conductance. It has low, ideally zero resistance in one direction, and high or ideally infinite resistance in the other.
അതായത് ഒരു ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നന്നായിട്ട് കറണ്ട് കണ്ടക്ട് ചെയ്യുക, മറ്റേ ഡയറക്ഷനിൽ അത്രത്തോളം കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ റെസിസ്റ്റൻസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ഡയറക്ഷനിൽ 0 റെസിസ്റ്റൻസും മറ്റേ കേസിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസും ആയിരിക്കും, ദ ഐഡിയൽ കേസ്. സോ ദർ ഇസ് അസിമെട്രിക് കണ്ടക്ടൻസ്. സിമെട്രിക് കണ്ടക്ടൻസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ അസിമെട്രിക്കൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ആണ് വാസ്തവത്തിൽ ആര് കണ്ടുപിടിച്ചത്? ബ്രൗൺ കണ്ടുപിടിച്ചത്. A semiconductor diode is a crystalline piece of semiconductor material with a PN junction connected to two electrical terminals. അപ്പോൾ ഒരു crystalline piece of semiconductorനെയാണ് നമ്മൾ semiconductor diode ആയിട്ട് പറയുക. It is having a PN junction and is connected to two electrical terminals. This PN junction, this P and N type materials are connected to two electrical terminals, and there is a PN junction in between. So such a piece of semiconductor is called a semiconductor diode. So next is semiconductor diodes were the first semiconductor electronic devices, and they are discovered after Brown found the asymmetric electrical conduction method in 1874. Today most diodes are made of silicon, but other materials such as germanium and gallium arsenide are also used. So germanium and silicon are called as elemental semiconductors, while gallium arsenide is a compound semiconductor. So by adding certain impurities to pure, that means intrinsic silicon, more holes or more electrons can be produced within the crystal. അതാണ് നമ്മുടെ മെക്കാനിസം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ഇൻട്രിൻസിക് അല്ലെ പ്യൂർ ആയിട്ടുള്ള സിലിക്കണിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ്, അതായത് ട്രൈവാലന്റ് അല്ലെങ്കിൽ പെന്റാവാലന്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, എൻ ടൈപ്പ് അല്ലെങ്കിൽ ബി ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാക്കുക. ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ്, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആർ ആഡഡ്, ഫോമിങ് an N type semiconductor. അപ്പോൾ നമുക്ക് കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ധാരാളമായിട്ട് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതുവഴി നമ്മൾ എന്തുണ്ടാക്കും, ഒരു N type semiconductor ആയിരിക്കും ഉണ്ടാക്കുക. ദീസ് ആർ എലമെന്റ്സ് ടു ദ റൈറ്റ് ഓഫ് സിലിക്കൺ ഓൺ ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ സിലിക്കണിന്റെ റൈറ്റിൽ, അപ്പോൾ സിലിക്കണും ജെർമേനിയം എവിടെയാണ്, 4th ഗ്രൂപ്പിലാണ് വരിക. അതിന്റെ റൈറ്റിൽ കാണുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. ദാറ്റ് മീൻസ് ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി അങ്ങനെയുള്ള തുടങ്ങിയതെല്ലാം പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. Similarly, to increase the number of holes, trivalent impurities are added, forming a p-type semiconductor. അപ്പോൾ ഇതേപോലെ നമ്പർ ഓഫ് ഹോൾസ് ആണ് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോൺ ലെസ് ആയിട്ടുള്ള അതായത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യും. ദീസ് ആർ എലമെന്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് സിലിക്കൺ ഓൺ ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ലെഫ്റ്റിലുള്ള ബോറോൺ, അലൂമിനിയം, ഗാലിയം ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് ഗ്രൂപ്പ് 3 എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇവിടെ തന്നെ പക്ഷേ ഗ്രൂപ്പ് 4 എലമെന്റ്സിൽ നമ്മളിപ്പോൾ സിലിക്കണും ജെർമേനിയം ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുക. വി യൂസ് സിലിക്കൺ ആൻഡ് ജെർമേനിയം, ബട്ട് വി ആർ നോട്ട് യൂസിങ് കാർബൺ ഓർ ടിൻ. കാർബൺ ടിന്നും അതേപോലെ 4th ഗ്രൂപ്പിൽ തന്നെയാണ് വരിക, പക്ഷേ കാർബണും ടിന്നും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ബാൻഡ് ഗ്യാപ്പ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ ആൻഡ് ടിൻ. കാർബൺ എന്ന് പറയുന്നത് എവിടെയാണ് ഫാൾ ചെയ്യുക, കുറച്ചുകൂടെ ഇറ്റ് ഫോൾസ് ഓൺ ദ ഇൻസുലേറ്റർ സൈഡ്, അല്ലെ ഇൻസുലേറ്റർ സൈഡിലാണ്. കാരണം എന്താണ്, ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ദാറ്റ് ഈസ് സംവെയർ അറൌണ്ട് 5.5 ഇലക്ട്രോൺ വോൾട്ട്, അല്ലെങ്കിൽ 5.5 ഇലക്ട്രോൺ വോൾട്ടിലും കൂടുതലായിരിക്കും കാർബണിന്റെ ബാൻഡ് ഗ്യാപ്പ്. അപ്പോൾ അത്രയും ഹൈ ആയിട്ടുള്ള ഒരു ബാൻഡ് ഗ്യാപ്പ് നമുക്ക് ഈ സെമി കണ്ടക്ടർ ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കാർബൺ 4th ഗ്രൂപ്പ് എലമെന്റ് ആയിട്ട് നമ്മൾ എടുക്കാത്തത്. അതുപോലെ ടിന്നിന്റെ കേസിൽ അത് കൂടുതലായിട്ട് മെറ്റാലിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുക. ദാറ്റ് മീൻസ് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത്രയും ചെറിയൊരു ബാൻഡ് ഗ്യാപ്പ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ടിന്നും എടുക്കാൻ പറ്റില്ല. സിലിക്കണും ജെർമേനിയും ആണ് നമ്മൾ അതുകൊണ്ട് സെമി കണ്ടക്ടർ ആപ്ലിക്കേഷൻസിന് കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. സോ ഇൻ ദ കോളം ലേബിൾഡ് 4, each element forms bonds by sharing 4 of its electrons with 4 neighbors. The strongest of these group 4 elements bonds is for carbon. കാർബണിനാണ് ഏറ്റവും ഗ്രൂപ്പ് 4 എലമെന്റ്സിൽ ഏറ്റവും ശക്തമായ ബോൺസ് ഉള്ളത്. അതായത് ഡയമണ്ട് കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ്. അപ്പോൾ ഡയമണ്ട്സ് ആർ ഗുഡ് ഇൻസുലേറ്റേഴ്സ് and transparent because carbon holds on to these electrons so tightly. Generally a diamond would burn before you could force an electrical current through it. അപ്പോൾ ഡയമണ്ടിലൂടെ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് കടത്തി വിട്ടാൽ എന്ത് ചെയ്യും, അത് കത്തിപ്പോകും. കാർബൺ ഫോൾസ് ഇൻ ദ ഹയർ എനർജി ഗ്യാപ്പ് കാറ്റഗറി വിച്ച് ഈസ് 5.5 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാർബണിനെ എടുക്കാൻ പറ്റില്ല. അതുപോലെ the elements at the bottom of the column, tin and lead, are much more metallic. അത് കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുക. Like most metals, they hold their bonding electrons so loosely that when a small amount of energy is applied, the electrons are free to break their bonds and flow through the material. അപ്പോൾ വളരെ ചെറിയൊരു നമ്മൾ എനർജി കൊടുത്താൽ എന്ത് ചെയ്യും, അത് വളരെ പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്ത് അതിനകത്തൂടെ ഒരു കണ്ടക്ഷൻ നടക്കും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്ക് എടുക്കാൻ കഴിയില്ല. സോ സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ ഇൻ ബിറ്റ്വീൻ ആൻഡ് അക്കോർഡിംഗ്ലി ആർ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പറയുക. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് കാർബണും ടിന്നും ഒക്കെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. സോ നെക്സ്റ്റ് ഈസ് p-type and n-type materials. അതിൽ p-type ആണ് ആദ്യം പറയുക. The group 3 elements such as boron, aluminum and indium having solely 3 electrons within the outermost shell are added to the pure silicon crystal which form 3 closed covalent bonds. അതായത് ഇവിടെ covalent bonds ആണ് സിലിക്കണുമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ സിലിക്കൺ ശരിക്ക് ഇറ്റ് ഈസ് ഹാവിങ് 4 വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ എത്ര വേണം, ഒരു 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് സിലിക്കൺ ഉള്ളത്. അപ്പം
അപ്പോൾ 4 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബോണ്ട് ഉണ്ടാക്കാൻ പറ്റൂ അല്ലേ. അപ്പോൾ അതായത് ഒരു ബൊറോണിന് അത്രയോ പക്ഷേ ഉള്ളൂ. ബൊറോൺ ഈസ് ഹാവിംഗ് ഓൺലി 3 ബാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ ഷോർട്ടേജ് ഉണ്ട്. 4 ഇലക്ട്രോൺ ഇല്ല, ഒരു ഇലക്ട്രോൺ ഷോർട്ടേജ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അതൊരു ഹോളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സോ ആഡിങ് ബോറോൺ ടു പ്യൂർ സിലിക്കൺ ക്രിസ്റ്റൽ റിസൾട്ട്സ് ഇൻ ലാക്ക് ഓഫ് ആൻ ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് ബിക്കംസ് എ ഹോൾ. അപ്പോൾ ആ ഹോളാണ് ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്, ഒരു സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ദ അതേഴ്സ് ഈ സ്ഫിയർ ആയിട്ട് കാണിച്ചിരിക്കുന്നത് എല്ലാം ഇലക്ട്രോൺസ് ആണ്, സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഹോൾ എന്ന് പറയുന്നത്. This action leaves an abundant number of positively charged carriers referred to as holes in the crystalline structure when there is electron deficiency. These group 3 elements are called as trivalent impurity atoms. അപ്പോൾ ഗ്രൂപ്പ് 3 എലമെന്റ്സിനെ നമുക്ക് trivalent impurity atoms ആണെന്ന് പറയാം. അതാണ് നമ്മൾ ആഡ് ചെയ്യുക. The presence of abundant holes attracts the neighboring electrons to sit in it. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹോൾസിന്റെ അബണ്ടൻസ് ഉണ്ടാകുമ്പോൾ അത് നെയ്ബറിലുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ അത് എന്ത് ചെയ്യും, in turn create new holes അല്ലേ, അത് പുതിയ ഹോൾസ് ഉണ്ടാക്കും. ആൻഡ് they successfully attract other electrons. അങ്ങനെ പുതിയ പുതിയ ഹോളുകളായിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. in turn leads to the movement of holes creating a standard electric current flow in the semiconductor. അങ്ങനെ അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രിക് കറന്റ് ഫ്ലോ സെമികണ്ടക്ടറിൽ നടക്കുക. നെക്സ്റ്റ് is the n-type semiconductor material. If group 5 elements such as antimony is added to a silicon crystal, the antimony atom builds 4 covalent bonds with 4 silicon atoms by bonding the valence electrons of antimony with the valence electrons within the silicon outermost shell, leaving one free electron. അപ്പോൾ എന്ത് ചെയ്യും, ഈ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ശരിക്കും സിലിക്കൺ 4 ഇലക്ട്രോൺ മതി. അപ്പോൾ അത് കൂടാതെ ഒരു അഡീഷണൽ ഇലക്ട്രോൺ കൂടെ ഉണ്ടാവും. അഡീഷണൽ ഇലക്ട്രോൺ എന്തായിട്ട് വരും, ഇറ്റ് വിൽ കം ആസ് എ ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ അത് ആന്റിമണി തന്നെ ആഡ് ചെയ്യണമെന്നില്ല, ഫോസ്ഫറസ് ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഫോസ്ഫറസ് ഒരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റിയാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Therefore, the impurity atom has donated a free electron to the structure, so these pentavalent impurities are referred to as donor atoms. അപ്പോൾ നമ്മളിവിടെ ഒരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഒരു എക്സസ് ഇലക്ട്രോൺ ആണ് വന്നത്. വലതുവശത്ത് നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹോളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ, ഡയറക്റ്റ് കമ്പാരിസൺ ഇവിടെ പോസിബിൾ ആണല്ലേ. ഒരിടത്ത് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുക, ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ഷോർട്ടേജ് ആയ ഒരു ഹോളും ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഇനി നമുക്കൊരു അതിന് ടാബുലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാമേ, for n-type semiconductor, it is an extrinsic semiconductor which is obtained by doping the impurity pentavalent impurity atoms such as antimony, phosphorus, arsenic, etc. to the pure germanium or silicon semiconductor. While p-type in the case എടുത്താലോ, it is an extrinsic semiconductor which is obtained by doping trivalent impurity atoms such as boron, gallium, indium, etc. to the pure germanium or silicon semiconductor. So next one is the impurity atoms added provide extra electrons in the structure and are called donor atoms. അപ്പോൾ impurity atoms ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ donor atoms എന്ന് പറയും n ടൈപ്പിന്റെ കേസിൽ. p ടൈപ്പിന്റെ കേസിൽ എന്ത് പറയും, we call it as acceptor atoms. Similarly, the electrons are majority charge carriers and holes are minority charge carriers in n type semiconductor. അല്ലെ, n ടൈപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് എന്ന് ഓർമ്മ വരും. സോ നമുക്ക് എന്ത് പറയാം, electrons are majority charge carriers എന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഹോൾസ് അവിടെ എന്തായിരിക്കും, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരിക്കും. സിമിലർലി പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എന്ന് എടുക്കാം. പോസിറ്റീവ് ആകുമ്പോൾ എന്തായിരിക്കും ഉള്ളത്, ഹോൾസ് ആയിരിക്കും മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുക. ഇലക്ട്രോൺസ് ആർ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. So that is the basic difference between n type and p type semiconductors. Okay, now the next topic is compound semiconductors. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ elemental semiconductors നെ കുറിച്ചാണ്. Now next is the compound semiconductors. So apart from silicon, there are compound semiconductors that combine group 3 and group 5 elements and group 2 and group 6 elements. അപ്പോൾ ഒന്ന് group 3 ഉം group 5 elements combine ചെയ്തിട്ട് അല്ലെങ്കിൽ group 2 ഉം group 6 elements കൂടെ combine ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, compound ആയിട്ടുള്ള semiconductors ഉണ്ടാക്കാം. For example, gallium arsenide, indium phosphide, etc. have been conventionally used for high frequency devices and optical devices. In recent years, indium gallium nitride has been attracting attention as a material for blue LED and laser diodes, and silicon carbide and gallium nitride as materials for power semiconductors. അപ്പോൾ ഈ റീസെന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബ്ലൂ LED കണ്ടുപിടിച്ചത്. അപ്പോൾ മുമ്പ് റെഡും ഗ്രീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പിക്സൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, റെഡും ഗ്രീനും ബ്ലൂവും LED ഒരുമിച്ച് ആക്ട് ചെയ്യണം അല്ലേ, എന്നാലേ ഒരു പിക്സൽ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് RGB എന്ന് പറഞ്ഞ പിക്സൽ ഉണ്ടാവണം, എന്ത് വേണം, ബ്ലൂ LED കൂടെ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ എങ്കിലേ ഒരു പ്യുവർ കളർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതൊരു പ്യുവർ വൈറ്റ് ആയിട്ട് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും കഴിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ കളറും നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ബ്ലൂ LED എടുക്കാൻ വളരെ പാടായിരുന്നു. അപ്പോൾ അതാണ് റീസെന്റ് കണ്ടുപിടിച്ചത്, അതായത് ഇന്ത്യം ഗാലിയം നൈട്രൈഡ്. അതുപോലെ പവർ സെമി കണ്ടക്ടർ ആപ്ലിക്കേഷൻസ് ആണ് സിലിക്കൺ കാർബൈഡ്, ഗാലിയം നൈട്രൈഡ് മുതലായ മെറ്റീരിയൽസ് നമ്മൾ റീസെന്റ് ആണ് കണ്ടെത്തിയത്. അപ്പോൾ അതുവഴി അതാണ് ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ പി ടൈപ്പ് എൻ ടൈപ്പ് ആ കോമ്പിനേഷനിൽ നമുക്ക് എങ്ങനെ അതിനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അടുത്തത്.
that is gallium. It is having 3 valence electrons. Gallium 3 valence electrons ആണുള്ളത്, while arsenic is having 5 valence electrons. അപ്പോൾ 3ഉം 5ഉം ഗ്രൂപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. One is gallium and other is arsenic. More gallium than arsenic makes p-type semiconductor അല്ലേ. 3 valence electrons ആകുമ്പോൾ എന്തേ ഉണ്ടാവത്തുള്ളൂ, അത് കൂടുതലായിട്ട് ആഡ് ചെയ്താൽ p-type semiconductor ആയിട്ട് മാറും. gallium arsenide എന്തായിട്ട് മാറും, it will be a p-type semiconductor. So if you add more arsenic than gallium, then it makes an n-type semiconductor. അപ്പം നമ്മൾ അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ആർസനിക് ആണ് ആഡ് ചെയ്യുകയെന്ന് വിചാരിക്കുക. ആർസനിക് ആകുമ്പോൾ 5 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്, ദാറ്റ് വിൽ ക്രിയേറ്റ് ആൻ n-type semiconductor. അപ്പോൾ അങ്ങനെ ഗാലിയത്തിന്റെ ആർസനിക്കിന്റെ റേഷ്യോസ് വേരി ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, p-type n-type സെമികണ്ടക്ടർ ഗാലിയം ആർസനൈഡ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. So that is what we call as compound semiconductors. സോ രണ്ടും തമ്മിലൊരു വ്യത്യാസം നമുക്ക് നോക്കാം, എലമെന്റൽ സെമികണ്ടക്ടേഴ്സ് ആൻഡ് കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സ്. ഇപ്പോൾ എലമെന്റൽ സെമികണ്ടക്ടേഴ്സ് ആർ മെയ്ഡ് ഫ്രം സിംഗിൾ എലമെന്റ്, അല്ലെങ്കിൽ ഒറ്റ എലമെന്റിൽ നിന്നാണ് നമ്മൾ എലമെന്റൽ സെമികണ്ടക്ടേഴ്സ് സാധാരണ ഉണ്ടാക്കുക. കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സ് ആർ മെയ്ഡ് ഫ്രം കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ ദീസ് ആർ മെയ്ഡ് ഫ്രം 4th ഗ്രൂപ്പ് ആൻഡ് 6th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് സാധാരണ എലമെന്റൽ സെമികണ്ടക്ടേഴ്സ് ഉണ്ടാക്കുക. ഒന്ന് 4th ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ 6th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിരിക്കും. അതായിരിക്കും എന്ത് ചെയ്യുന്നത്, സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയത്തിന്റെ കൂടെ നമ്മൾ ഡോപ്പ് ചെയ്യുക. 4th ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിലിക്കൺ ആണ് അല്ലെ, സിലിക്കൺ അല്ലെ, പിന്നെ 6th ഗ്രൂപ്പ്. അപ്പോൾ 3rd ഗ്രൂപ്പും 5th ഗ്രൂപ്പും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് ഡോപ്പ് ചെയ്യുക. തേർഡ് ഗ്രൂപ്പ് 3 അല്ലെങ്കിൽ ഗ്രൂപ്പ് 5 ആയിരിക്കും 4th ഗ്രൂപ്പായ സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അവിടെ പോയി അല്ലെങ്കിൽ 6th ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. പക്ഷേ ദീസ് ആർ മെയ്ഡ് ഫ്രം 3 and 5. ഇവിടെ നമ്മൾ 3ഉം 5ഉം ഒരു പ്രത്യേക റേഷ്യോയിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ 2 and 6 നമ്മൾ ഒരു പ്രത്യേക റേഷ്യോയിൽ മിക്സ് ചെയ്താണ് കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സ് ഉണ്ടാക്കുക. Next, these are called as indirect bandgap semiconductor, while the compound semiconductors are called as direct bandgap semiconductor. കാരണം ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോട്ടോൺ എമിഷൻ നടത്താൻ പറ്റുന്നതാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമികണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഫോട്ടോൺ അബ്സോർപ്ഷൻ അവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫോണോൺ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ് നടക്കുക. ദാറ്റ് ഇസ് ഫോണോൺ അസിസ്റ്റഡ് ട്രാൻസിഷൻ. അപ്പോൾ ദാറ്റ് ഇസ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ട്രാപ്സ് വഴിയാണ് നടക്കുക. അപ്പോൾ പക്ഷേ ഇവിടെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ് ഡയറക്റ്റ്ലി. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കും. അതുവഴി ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് എന്ന് പറയുക. അപ്പം അതാണ് സാധാരണ കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമികണ്ടക്ടേഴ്സ് ആയിരിക്കും. പക്ഷേ അതേസമയം നമ്മൾ എലമെന്റൽ എടുത്താൽ നേരത്തെ പറഞ്ഞ സിലിക്കൺ ജെർമേനിയം കേസൊക്കെ എടുത്താൽ എന്തായിരിക്കും, ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമികണ്ടക്ടേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ്, ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റീകോമ്പിനേഷൻ. അപ്പോൾ ഒരു ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എലമെന്റൽ സെമികണ്ടക്ടേഴ്സിന്റെ അവിടെ ആ റീകോമ്പിനേഷൻ പ്രോസസ്സിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ മറ്റിടത്ത് എന്താണ് ചെയ്യുക, ഫോട്ടോൺസ് ആണ് എമിറ്റ് ചെയ്യുക. Photons are emitted during recombination നമുക്ക് പറയാം. ലൈഫ് ടൈം ഓഫ് ചാർജ് കാരിയേഴ്സ് ഈസ് മോർ ഡ്യൂ ടു ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ. ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ടല്ല പോവുക, അപ്പോൾ പല സ്റ്റെപ്പുകളിലൂടെയാണ് അത് പോവുക. അപ്പോൾ അതിൻ്റെ ലൈഫ് ടൈം ഓഫ് ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മോർ ആയിരിക്കും. അതേസമയം മറ്റിടത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ റീകോമ്പിനേഷൻ നടക്കുന്ന കാരണം ലൈഫ് ടൈം ഓഫ് ചാർജ് കാരിയേഴ്സ് വിൽ ബി ലെസ്. ദെൻ നെക്സ്റ്റ് ഈസ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ. കറണ്ട് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും എലമെന്റൽ സെമികണ്ടക്ടേഴ്സിന്. അതേസമയം കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സിന് കറണ്ട് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. So these are used for making diodes, transistor, etc. Elemental semiconductors are used for making diodes, transistor. പക്ഷേ അതേസമയം കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് LEDs, ലേസർ ഡയോഡ്സ്, എക്സെട്ര. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ജെർമേനിയം സിലിക്കണും എലമെന്റൽ സെമികണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, കാഡ്മിയം സൾഫൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, ഇതെല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആണ്, കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. Next is the PN junction diodes. A PN junction diode is made of a crystal of semiconductor, usually silicon or germanium is used. അതായത് ഒരു സെമികണ്ടക്ടർ ക്രിസ്റ്റലാണ് സാധാരണ എടുക്കുക, യൂഷ്വലി സിലിക്കൺ ഓർ ജെർമേനിയം. ഇപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ആർ ആഡഡ് ടു ഇറ്റ് ടു ക്രിയേറ്റ് എ റീജിയൻ ഇൻ വൺ സൈഡ് ദാറ്റ് കണ്ടെയ്ൻസ് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് that are electrons called an n-type semiconductor, and a region on the other side that contains positive charge carriers that are holes called a p-type semiconductor. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ഉള്ള n-type semiconductor ഉണ്ടാക്കും, മറ്റു സൈഡിൽ ഒരു p-type semiconductor അല്ലെ പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് അല്ലെ ഹോൾസ് ഉള്ള ഒരു p-type semiconductor ഉണ്ടാകും. രണ്ടും കൂടെ എന്ത് ചെയ്യും, നമ്മൾ ജോയിൻ ചെയ്യുന്ന റീജിയനാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുക. When the n-type and p-type materials are attached together, a momentary flow of electrons occur from the n to the p side, resulting in a third region between the two where no charge carriers are present. അപ്പോൾ this region is called the depletion region അല്ലേ. അപ്പോൾ രണ്ടും കൂടെ ചേരുന്ന സ്ഥലത്ത് ആ ജംഗ്ഷനിൽ എന്ത് ചെയ്യും, ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അത് രണ്ടിലും എന്തുണ്ടാവത്തില്ല, ചാർജ് കാരിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചാർജ് കാരിയേഴ്സ് വോയിഡ് ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുക. ദാറ്റ് ഈസ് there are neither electrons nor holes present in that depletion region. With the movement of free electrons across the p-n junction, the depletion region expanded to a point where equilibrium is established and there is no further diffusion of electrons across the junction. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത് ചേർത്ത് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, അല്ലെ ഇലക്ട്രോൺസ് n ടൈപ്പിൽ നിന്ന് p ടൈപ്പിലേക്ക് പോകും. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, ഒരു അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡിപ്ലീഷൻ റീജിയൻ കുറച്ച് എക്സ്പാൻഡ് ചെയ്യും.
and at to a point where equilibrium is established. അപ്പോൾ equilibrium establish ചെയ്യുന്നത് വരെ എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അപ്പോൾ once equilibrium establish ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ there is no further diffusion of electrons across the junction. അപ്പോൾ ഒരിക്കൽ equilibrium establish ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഇലക്ട്രോൺസ് ആ ജംഗ്ഷനിലൂടെ അപ്പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയും. This is called as saturation of the depletion layer. അപ്പോൾ depletion layer saturated ആയി നമുക്ക് പറയാം. This is because total negative charge in the depletion region repels any further diffusion of electrons into the p region and the diffusion stops. അപ്പോൾ ഇങ്ങോട്ട് ഇലക്ട്രോൺസ് എൻ റീജിയനിൽ പി റീജിയനിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന, അതായത് ബൗണ്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് ആറ്റംസ് ഉണ്ടാവും, നെഗറ്റീവ് ആയിട്ടുള്ള ചാർജുകൾ ഉണ്ട്. അപ്പോൾ ആ ചാർജ് എന്ത് ചെയ്യും, ഇനി ഫർദർ ഇലക്ട്രോൺസ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടി ഇതിനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. So in depletion region there are positive and negative ions on opposite sides of the p-n junction. അപ്പോൾ നമുക്ക് ഫിഗർ ചെയ്ത് നോക്കിയാൽ കാണാം, ആ ഡിപ്രഷൻ റീജിയനിൽ ഒരു സൈഡിൽ എന്തുണ്ട്, പോസിറ്റീവ് അയോൺസ് ഉണ്ട്, മറ്റേ സൈഡിൽ നെഗറ്റീവ് അയോൺസ് ഉണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് അയോൺസ് പിന്നെ ഫർദർ ആയിട്ട് ഇലക്ട്രോൺസ് അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ ടൈപ്പ് റീജിയനിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ല, അതിനെ അവിടെ റിപ്പൽ ചെയ്തുകൊണ്ടേയിരിക്കും. The forces between the opposite charges form an electric field. അപ്പോൾ ആ ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലുള്ള ഫോഴ്സിനെ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് പറയാം. This electric field is the barrier to the free electrons in the n region and energy must be expended to move an electron through the electric field. അപ്പോൾ എനർജി ഇനി ഫർദറായിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, എൻ ടൈപ്പ് റീജിയനിലുള്ള ഇലക്ട്രോൺസിനെ ഇനി ഇതിനകത്തേക്ക് പി റീജിയനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. This potential difference which should be overcome to move electrons through the electric field is called barrier potential. അപ്പോൾ ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുക. That is a potential difference which should be overcome to move electrons through the electric field. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ ഈ ഇലക്ട്രിക് ഫീൽഡിനെതിരായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ആ പൊട്ടൻഷ്യലിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുക. So when a sufficiently higher electric potential is applied to the p side എന്ന് പറയുന്നത് ഇവിടെ ആനോഡ് ആണ് അല്ലേ, ആനോഡിൽ നമ്മൾ സഫിഷ്യന്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, it allows electrons to flow through the depletion region from the n type side to the p type side. അപ്പോൾ എൻ ടൈപ്പ് സൈഡിൽ നിന്ന് പി ടൈപ്പ് സൈഡിലേക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡയോഡിൻ്റെ പടമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആനോഡും കാഥോഡും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആനോഡ് നമ്മളൊരു പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, അതുവഴി ഒരു കറണ്ട് ഫ്ലോ അങ്ങോട്ട് നടക്കും. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡയോഡിൻ്റെ ആരോ കാണിച്ചിരിക്കുന്നത്, അല്ലെ ആ കൂർത്ത ഭാഗം കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുക. മറ്റേ രണ്ട് ടെർമിനൽസും ആണ് രണ്ട് വരകളായിട്ട് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് വൺ ഇസ് ദ ആനോഡ് ആൻഡ് അതർ ഈസ് ദ കാഥോഡ്. അപ്പോൾ അത് രണ്ടും രണ്ട് വെർട്ടിക്കൽ ലൈൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആരോ ഉള്ള റീജിയൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക എന്നുള്ളത്. അതായത് പോസിറ്റീവ് ആനോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ആ ഡയറക്ഷനിലായിരിക്കും നടക്കുക. അതായത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ആനോഡ് വഴി കാഥോഡ് വഴി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തിച്ചേരുന്ന ഒരു കറണ്ട് ഫ്ലോ ആയിരിക്കും നടക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് എങ്ങനെ ആയിരിക്കും, ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക. മറ്റേത് കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന് ഓപ്പോസിറ്റ് ആയിട്ട് ആയിരിക്കും. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ആക്ച്വൽ ഡയോഡാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ ഡയോഡിൽ ആ കാഥോഡിൻ്റെ അവിടെയുള്ള ആ വെർട്ടിക്കൽ ലൈന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു സിൽവറി ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട് അല്ലെ. ആ സിൽവറി ആയിട്ടുള്ള സർക്കിളിൻ്റെ ഡയറക്ഷനിൽ വേണം എന്ത് ചെയ്യുന്നത്, കറണ്ടിൻ്റെ ഫ്ലോ ഡയറക്ഷനിൽ വേണം ഡയോഡ് വെക്കാൻ, എന്നാൽ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെർട്ടിക്കൽ ലൈൻ അല്ലേ, പോയിന്റഡ് ആരോടുള്ള വെർട്ടിക്കൽ ലൈൻ്റെ സ്ഥാനത്ത് ആക്ച്വൽ ഡയോഡിൽ എന്തുണ്ട്, ഒരു സിൽവറി സർക്കിൾ ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ നോക്കിക്കോളുക. നെക്സ്റ്റ് ഇസ് എ കമ്പാരിസൺ ഓഫ് ജർമേനിയം ആൻഡ് സിലിക്കൺ ഡയോഡ്സ്. അപ്പോൾ അടുത്തായിട്ട് ജർമേനിയം സിലിക്കൺ ഡയോഡ്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. ആ പാരാമീറ്റേഴ്സിന് ജർമേനിയം ഡയോഡ് സിലിക്കൺ ഡയോഡ് എങ്ങനെയൊക്കെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തായിട്ട് നോക്കുക. സോ ഫസ്റ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ഡിപ്ലീഷൻ ലെയർ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ ലെയറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജർമേനിയത്തിന് 0.3 വോൾട്ട് ആണ്, അതേസമയം സിലിക്കൺ ഇറ്റ് ഈസ് 0.7 വോൾട്ട്. സോ ജർമേനിയം ഈസ് യൂസ്ഫുൾ ഫോർ ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. അപ്പോൾ ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസ് നമുക്ക് വേണമെങ്കിൽ ജർമേനിയം യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ബാൻഡ് ഗ്യാപ്പ് ഈസ് ഓൺലി 0.3 വോൾട്ട്. നെക്സ്റ്റ് ഈസ് ഫോർവേഡ് കറണ്ട്. ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത് ജർമേനിയത്തിന്റെ കേസിൽ ഫ്യൂ മില്ലി ആംബിയേഴ്സ് ആണ്, അതേസമയം സിലിക്കണിന്റെ കേസിൽ ടെൻസ് ഓഫ് ആംബിയേഴ്സ് ആണ് അല്ലെ. കുറച്ചുകൂടെ ഹൈ കറണ്ട് നമുക്ക് ഇവിടെ പാസ് ചെയ്യാൻ പറ്റും, സിലിക്കണിന് പാസ് ചെയ്യാൻ പറ്റും. സോ സിലിക്കൺ ഈസ് ബെറ്റർ ഫോർ ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് ഈസ് ദ റിവേഴ്സ് ലീക്കേജ് കറണ്ട്. റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഈസ് ഫ്യൂ മൈക്രോ ആംബിയേഴ്സ് ഫോർ ജർമേനിയം ബട്ട് ഫ്യൂ നാനോ ആംബിയേഴ്സ് ഫോർ സിലിക്കൺ. സോ ജർമേനിയം ഈസ് കൺസിഡർഡ് മോർ ലീക്കി ദാൻ സിലിക്കൺ. അപ്പോൾ കുറച്ച് റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഏറ്റവും കൂടുതൽ ഫ്ലോ ചെയ്യുന്ന എവിടെയാണ്, ജർമേനിയത്തിൽ ആണ്. ദാറ്റ് ഈസ് ഇൻ ദ ടേംസ് ഓഫ് മൈക്രോ ആംബിയേഴ്സ് അല്ലെ. മറ്റിടത്തെന്ന് പറഞ്ഞാൽ നാനോ ആംബിയർ കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഈസ് എ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് വോൾട്ടേജ് ആണ്. അപ്പോൾ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ അത് എത്രയാണ്, 400 വോൾട്ട് വരെ ജർമേനിയത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 1000 വോൾട്ട് വരെ ആർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, സിലിക്കണിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും.
So silicon is best for high voltage applications. Next is the temperature stability. Temperature stability നമ്മൾ എടുക്കുകയാണെങ്കിൽ germanium will be stable up to 100 degrees Celsius while silicon is stable up to 200 degree Celsius. So germanium is considered more sensitive to temperature. Next is the junction capacitance. So for germanium it is very low. Junction capacitance is very low and it is of the point contact type. Point contact type ഉള്ള very low ആയിട്ടുള്ള ഒരു junction capacitance ആണ് ജർമേനിയത്തിനുള്ളത്, while it is comparatively high for silicon. So germanium is suitable for high frequency applications. So high frequency applications germanium ആയിരിക്കും കൂടുതൽ suitable ആയിട്ടുള്ളത്. കാരണം ഹൈ ഫ്രീക്വൻസി വരുമ്പോൾ എന്ത് ചെയ്യും, കപ്പാസിറ്റർ സാധാരണ ഷോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ അതുകൊണ്ട് നമുക്ക് അത് ജർമേനിയത്തിനാണ് കൂടുതൽ, കാരണം അതിന് ജംഗ്ഷൻ കപ്പാസിറ്റൻസ് വളരെ കുറവായതുകൊണ്ട് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് കൂടുതൽ അതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സിമിലർലി സിലിക്കൺ ഡയോഡ്സ് ഡിസിപ്പേറ്റ്സ് ഹീറ്റ് ബെറ്റർ ദാൻ ജർമേനിയം ഡയോഡ്സ്. അപ്പോൾ ഹീറ്റ് ഡിസിപ്പേഷൻ എടുക്കുകയാണെങ്കിൽ സിലിക്കൺ ഡയോഡ്സ് ആണ് കൂടുതൽ ഹീറ്റ് ബെറ്റർ ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി മോർ ടെമ്പറേച്ചർ സ്റ്റേബിൾ അറ്റ് ഓൾ ടൈംസ്. അത് സിലിക്കൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. So these are the comparison of germanium and silicon diodes. So this is all for the time being. Thank you.